ബഗ്രാം എയർബേസ് ഏകദേശം 20 വർഷമായി 2001 മുതൽ 2021 വരെയും അമേരിക്ക ഉപയോഗിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എയർബേസ്. എന്നാൽ 2021 അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുറത്തേക്ക് പോയതിനു ശേഷം അതിന്റെ ആക്സസ് അല്ലെങ്കിൽ ആ ഒരു ബേസ് പൂർണ്ണമായും അമേരിക്കയുടെ കൈകളിൽ നിന്നും പോയി. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് വീണ്ടും എനിക്ക് ആ എയർബേസ് വേണം. We're going to leave Afghanistan, but we're going to leave it with strength and dignity. And we're going to keep Bagram, the big air base, that one of the biggest air bases in the world. We gave it to him for nothing. ഇത് അഫ്ഗാനിസ്ഥാൻ നൽകിയില്ല, അല്ലെങ്കിൽ താലിബാൻ ഇത് സംബന്ധിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുത്തിയാൽ ബാഡ് തിങ്സ് ഗോയിങ് ടു ഹാപ്പൻ. തീർച്ചയായും മോശമായ സംഭവങ്ങൾ ഒരുപാട് നടക്കും. ഇങ്ങനെ നേരിട്ട് തന്നെ ഇവിടെ താലിബാൻ ഗവൺമെന്റിന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിയുന്നത്ര എത്രയും പെട്ടെന്ന് നൽകണമെന്ന രീതിയിലും ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് 2021 അമേരിക്ക ആ പ്രദേശത്ത് നിന്നും പുറത്തേക്ക് വന്നു. 4 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും വരാനുള്ള കാരണം എന്താണ്? മാത്രവുമല്ല, അമേരിക്കയ്ക്കുള്ള ഒരു വലിയ പ്രശ്നം താലിബാൻ ഗവൺമെന്റ് അവിടെ വീണ്ടും ഭരണത്തിലേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ എല്ലാവരും കുറ്റം പറയുമ്പോൾ ട്രംപിന്റെ പങ്കും ഇതിലുള്ളതായി ചിലർ പറയുന്നുണ്ട്. ഇതിന് പിന്നുള്ള സത്യം എന്താണ്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. അമേരിക്ക സംഭവിച്ചൊരു വലിയ ആക്രമണത്തിന് ശേഷം താലിബാൻസിന് എതിരെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള അൽ ഖ്വയ്ദ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ നാറ്റോ അകത്തേക്ക് കയറുന്നു. ഇങ്ങനെ കയറിയതിനു ശേഷം 20 വർഷത്തോളം അവിടെ അമേരിക്ക ഡെമോക്രാറ്റിക് സർക്കാർ കൊണ്ടുവന്ന് ഒരു ജനാധിപത്യ ഭരണം ഉണ്ടായിരുന്നു. എന്നാൽ 2021 മെയ് ജൂൺ ഈ സമയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അവിടെ കൊണ്ടുവരുന്നു. പൂർണ്ണമായും അഫ്ഗാനിസ്ഥാൻ വിട്ട് അമേരിക്കൻ സൈന്യം പുറത്തേക്ക് പോവുകയാണ് എന്ന വിവരം. കാരണം ആ സമയം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് നേരെ ഒരുപാട് വിമർശനങ്ങളും ഉയർന്നു വന്നു. നിങ്ങൾ അഫ്ഗാനിസ്ഥാൻ വിട്ട് പുറത്തേക്ക് പോകുന്നത് ഒരു വലിയ ബ്ലണ്ടർ മിസ്റ്റേക്കായി അവസാനിക്കും. ഇങ്ങനെ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ എല്ലാത്തിനും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വരും കാലങ്ങളിൽ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. തീവ്രവാദം വീണ്ടും വളരാൻ നിങ്ങൾ തന്നെ ഒരു വഴി കാണിക്കുകയാണ്. ഇങ്ങനെ ട്രംപ് തന്നെ ആ സമയത്ത് ഒരുപാട് കുറ്റാരോപണം നടത്തിയിരുന്നു ബൈഡൻ അഡ്മിനിസ്ട്രേഷന് നേരെ. ട്രംപ് തന്നെ ഇങ്ങനെ പറയുന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ മുഴുവൻ തെറ്റും ബൈഡൻ അഡ്മിനിസ്ട്രേഷനിലാണോ? അപ്പോൾ അഫ്ഗാനിസ്ഥാൻ വിട്ട് അമേരിക്ക പുറത്തേക്ക് പോയതിന് പൂർണ്ണ കാരണം ഇവരാണോ? ബൈഡൻ സർക്കാരാണോ എല്ലാം ചെയ്തത്? അല്ലെങ്കിൽ അതിന് പുറകിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് തന്നെ ഉള്ളത്. ഇത് ബൈഡൻ സർക്കാർ കാരണം മാത്രമുണ്ടായ ഒരു തീരുമാനമല്ല. അതിന് മുൻപ് തന്നെ ഭരണത്തിലുണ്ടായിരുന്ന ട്രംപ് ആയിരുന്നു ഇതിന്റെ എല്ലാം ഒരു മൂലക്കല്ലായി തന്നെ മാറിയത്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ പലരും ഞെട്ടിപ്പോകാം. പക്ഷെ ഇതാണ് സത്യം. 2020 ഫെബ്രുവരി മാസം 29 ഖത്തറിലുള്ള ദോഹയിൽ വെച്ച് താലിബാൻ ഒഫീഷ്യൽസിനും അമേരിക്കയുടെ ചില റെപ്രസെന്റേറ്റീവ്സിനും ഇടയിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഇതിന് ദോഹ എഗ്രിമെന്റ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്. താലിബാൻ അമേരിക്ക സീസ് ഫയർ എഗ്രിമെന്റ് എന്നും പറയും, അല്ലെങ്കിൽ ഒരു പീസ് ഡീൽ എന്ന് പറയാം. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം 20 വർഷമായി പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുകയാണ്. ഈ സംഭവിക്കുന്ന പ്രശ്നത്തിൽ താലിബാൻ ഗവൺമെന്റിന് ചില ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുകയും അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ട് പുറത്തേക്ക് പോകണമെന്നുള്ളതാണ് ദോഹ എഗ്രിമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു സാരാംശം. ഇതിനൊരു 3 പാർട്ടാക്കി ഇവർ വിഭജിച്ചിരുന്നു. ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തത് 2020 ഫെബ്രുവരി മാസം 29 അടുത്ത 135 ദിവസത്തിനുള്ളിൽ അമേരിക്കൻ സൈനികരുടെ എണ്ണം, അപ്പോൾ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്ത സമയത്ത് 13,000-ലധികം അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു. ഇത് അടുത്ത 130 ദിവസത്തിനുള്ളിൽ 8,600 കുറഞ്ഞു. മാത്രവുമല്ല, അടുത്ത 5 മാസത്തിനുള്ളിൽ ഈ സൈനികർ കുറഞ്ഞ അടുത്ത 5 മാസത്തിനുള്ളിൽ തന്നെ ഇവിടെയുള്ള നാറ്റോ ഗ്രൂപ്പ്സ് പൂർണ്ണമായും പുറത്തേക്ക് പോകണം. അതായത് നാറ്റോയിലുള്ള പല രാജ്യങ്ങളിലെ സൈനികർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എഗ്രിമെന്റ് സൈൻ ചെയ്ത് ആദ്യത്തെ സെറ്റ് ഓഫ് സൈനികർ അവിടെ കുറഞ്ഞതിന് ശേഷം നാറ്റോ സംബന്ധിക്കുന്ന സൈനികരെല്ലാം പുറത്തേക്ക് പോകണം. അടുത്ത 150 ദിവസത്തിനുള്ളിൽ 5 പ്രധാനപ്പെട്ട എയർ ബേസസ് ഈ അഫ്ഗാനിസ്ഥാനിലുണ്ട്. ഈ 5 ബേസസിലുമുള്ള സൈനികർ അവർക്ക് ആവശ്യമായ സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സ് ഇതൊഴികെയുള്ള ബാക്കി എല്ലാം തന്നെ അമേരിക്ക കുറയ്ക്കണം. അടുത്ത 14 മാസത്തിനുള്ളിൽ പൂർണ്ണമായും അഫ്ഗാനിസ്ഥാൻ വിട്ട് ഇവർ പുറത്തേക്ക് പോകണം എന്നുള്ളതായിരുന്നു ഈ ഡീലിന്റെ പ്രധാനപ്പെട്ട ഒരു വശം. എന്നാൽ ഇതിനെക്കുറിച്ച് പുറത്താരും സംസാരിച്ചിട്ടുണ്ടാകില്ല. പുറത്താരും ഇതിനെക്കുറിച്ചുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പോലും കൊടുത്തിട്ടുണ്ടാകില്ല. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് ബൈഡൻ ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം അഫ്ഗാനിസ്ഥാൻ വിട്ട് പൂർണ്ണമായും പുറത്തേക്ക് പോയത്. എന്നാൽ ന്യൂസിലൊക്കെ സംസാരിക്കുമ്പോൾ ഇതിന് പുറകിൽ ഇത്രയേറെ അഗ്രിമെന്റ്സ് ഉണ്ടായിരുന്നു, ഇത്രയേറെ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിച്ചിട്ടുണ്ടാകില്ല. പകരം ബൈഡൻ അഡ്മിനിസ്ട്രേഷനാണ് ഒരു ബ്ലണ്ടർ മിസ്റ്റേക്ക് ചെയ്തത്. അവരാണ് ഇങ്ങനൊരു തെറ്റായ തീരുമാനം എടുത്തത്.
താലിബാൻ ഗവൺമെന്റിനെ വീണ്ടും ഭരണത്തിലേക്ക് കൊണ്ടുവന്നു. അമേരിക്കയുടെ ഇത്രയും ദിവസത്തെ അവിടെയുള്ള കഷ്ടപ്പാടുകളെല്ലാം ഇവർ പാഴാക്കി എന്ന രീതിയിൽ ആ ഒരു സംഭവത്തെ മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. പക്ഷേ ഇവയ്ക്കെല്ലാം ഒരു മൂലക്കല്ലായി മാറിയത് ട്രംപ് ആയിരുന്നു. Afghanistan, I was leaving. I was the one that got it down to 5,000 soldiers, but we were going to keep Bagram. എന്നാൽ അദ്ദേഹം തന്നെ അവസാനം ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ വിമർശിച്ചിരുന്നു. We'll see what happens with Bagram. We're talking to Afghanistan. It should have never been given up. It was the most embarrassing day in the history of our country. ഇതെല്ലാം പഴയ കഥയാണ്, എല്ലാം അവസാനിച്ചു. ഇപ്പോ എന്താണ് പ്രശ്നം? എന്തിനു വേണ്ടിയാണ് ഇപ്പോ ഈ ബഗ്രാം എയർബേസിനെ വീണ്ടും അമേരിക്ക ചോദിക്കുന്നത്? ഇതിന് പിന്നെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒന്നോ രണ്ടോ അല്ല, ഒരുപാടുണ്ട്. സത്യത്തിൽ അഫ്ഗാനിസ്ഥാൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനിലാണുള്ളത്. ഇവിടെ ഇറാൻ ആണെങ്കിൽ തൊട്ടടുത്ത് പാകിസ്ഥാൻ, മുകളിലേക്ക് ചൈന, അതിനടുത്ത് ഇന്ത്യ, ഇങ്ങനെ സ്ട്രാറ്റജിക്കലായി വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്രദേശമാണ്. അങ്ങനെയാണ് അമേരിക്കയുടെ കണ്ണിൽ അഫ്ഗാനിസ്ഥാൻ ഉള്ളത്. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും എല്ലാ പ്രദേശങ്ങളെയും അമേരിക്കയെ കൊണ്ട് നിരീക്ഷിക്കാൻ കഴിയും. ഇറാനെ ആക്രമിക്കാൻ സാധിക്കും, പാകിസ്ഥാനിൽ ഒരു പ്രഷർ കൊടുക്കാൻ സാധിക്കും, ഇന്ത്യയിൽ കൗണ്ടർ ചെയ്യാൻ കഴിയും, ചൈനയെ ഡോമിനേറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ എല്ലാത്തിനും ആവശ്യമായ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് അഫ്ഗാനിസ്ഥാൻ ഉള്ളത്. അപ്പോൾ ഈ ബഗ്രാം എയർബേസ് എന്നത് വളരെ സ്ട്രാറ്റജിക്കലി പ്രധാനപ്പെട്ട ഒരു മലനിരകൾക്കടുത്താണുള്ളത്. ഇവിടെ നിന്ന് ഓവർലാപ്പിംഗ് റഡാർസ് വഴി ചൈനയെ നിരീക്ഷിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. മാത്രമല്ല സിൻജാങ് പ്രദേശത്തുള്ള ചൈനയുടെ ന്യൂക്ലിയർ സൈറ്റ്സിനെയും അമേരിക്കയെ കൊണ്ട് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ താലിബാൻ ഗവൺമെന്റിന്റെ പക്കൽ അമേരിക്ക നൽകിയിട്ടുള്ള ഒരു ആദ്യ റിക്വസ്റ്റ് ഇതായിരുന്നു. ഇതൊരു റിക്വസ്റ്റായി മാത്രമാണ് ആദ്യം പറഞ്ഞത്. ഞങ്ങൾ ചർച്ചകൾ നടത്താൻ പോവുകയാണ്, താലിബാൻ ഫോഴ്സസിന്റെ പക്കൽ നിന്നും എയർബേസ് തിരികെ ഞങ്ങളുടെ കൺട്രോളിലേക്ക് നൽകണം. എന്നാൽ താലിബാൻ ഗവൺമെന്റ് വീണ്ടും ഇതിന് സ്യൂട്ടബിളായ ഒരു ഫിറ്റിംഗ് റിപ്ലൈ നൽകി. നിങ്ങൾ അഫ്ഗാനിസ്ഥാൻ വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്, ഇതിപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ സ്ഥലമാണ്, താലിബാൻ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. ഇത് നിങ്ങൾ തിരികെ ചോദിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളത് നൽകണമെന്ന ഒരു ആവശ്യമേ ഇല്ല, ഞങ്ങളെ കൊണ്ട് നൽകാനും കഴിയില്ല എന്ന് നേരിട്ട് തന്നെ അവരുടെ ഒരു മറുപടി നൽകി. ഇതിനുശേഷമാണ് UK-യിലേക്ക് പോയ ട്രംപ് വല്ലാത്ത ദേഷ്യത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു. We're going to keep Bagram, the big air base, one of the biggest air bases in the world. We gave it to them for nothing. We're trying to get it back, by the way. Okay, that could be a little breaking news. We're trying to get it back because they need things from us. We want that base back. But one of the reasons we want the base is, as you know, it's an hour away from where China makes its nuclear weapons. അത് പണിതത് ഞങ്ങളാണ്, അത് സൃഷ്ടിച്ചത് ഞങ്ങളാണ്. അതായത് സൃഷ്ടിച്ചത് ഞങ്ങളാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് നശിപ്പിക്കാനും കഴിയും എന്ന ഡയലോഗ് പറയുന്ന രീതിയിൽ ആ ബേസ് നിർമ്മിച്ചത് ഞങ്ങളാണ്. ആ ബേസിന് വേണ്ടി ഇത്രയേറെ ഡോളേഴ്സ് ഞങ്ങൾ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ബേസ് ഞങ്ങളുടേതാണ്, അത് തിരികെ ടേക്ക് ഓവർ ചെയ്യാനുള്ള എല്ലാ അധികാരവും ഞങ്ങൾക്കുണ്ട് എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ പ്രശ്നമെല്ലാം ഹീറ്റപ്പ് ആകാൻ തുടങ്ങിയത്. താലിബാൻസ് ഗവൺമെന്റ് ഇതിനെ ഒഫീഷ്യലി റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇത് താലിബാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്, അമേരിക്കയ്ക്ക് നൽകാൻ തയ്യാറല്ല എന്ന്. എന്നാൽ എന്ത് സംഭവിച്ചാലും ശരി, ഇതിന് പുറകിൽ പല ബാഡ് തിങ്സ് സംഭവിച്ചാലും ഞങ്ങൾ ഇതിനെ തിരികെ പിടിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. അതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താണെന്ന് അറിയണ്ടേ? ആ ഒരു ബേസിന്റെ സ്ട്രാറ്റജിക്കൽ ലൊക്കേഷനും അവിടെ അമേരിക്ക ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തിലെ സർക്കാരിന്റെ പക്കൽ നിന്നും ഒരു സ്ഥലം നിങ്ങൾ വാങ്ങി അവിടെ ഒരു ബേസ് നിങ്ങൾ പണിത് അവസാനിപ്പിച്ചു, അതിനാവശ്യമായ ഇൻസ്റ്റാളേഷൻസ് എല്ലാം നൽകി, അതിൻ്റെ റഡാർ കവറേജ് സൈറ്റ്സ്, കീഴിലുള്ള അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് എല്ലാം പണിയണം എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു 12-18 മാസത്തോളം എടുക്കും, കുറഞ്ഞതാണ്. മിനിമൽ ഒരു സെറ്റപ്പ് ചെയ്താൽ തന്നെ 1 വർഷം 18 മാസത്തോളം എടുക്കും. ഇവയെല്ലാം ബഗ്രാം ബേസിലുണ്ട്. അതും അവിടെ നിന്ന് ചില മിനിറ്റുകൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ചൈനയുടെ എയർ സ്പേസും ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ പിന്നെ ഇതിനേക്കാൾ വലിയൊരു സ്വർണം പോലൊരു സ്ഥലം അമേരിക്കയ്ക്ക് ഇനി ലഭിക്കില്ല. അത് തൻ്റെ കൈവിട്ട് പോയത് പോലും അമേരിക്ക കൊണ്ട് ഇപ്പോൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയും അതിനെ തിരികെ കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും താലിബാൻസിന്റെ പക്കൽ നിന്നും അത് വാങ്ങണം എന്നുള്ളതിൽ അമേരിക്ക ഒരുപാട് താല്പര്യം കാണിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഇതെല്ലാം. പക്ഷേ ഇത് അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. കാരണം താലിബാൻസിനെ കൊണ്ട് അത്രത്തോളം റെസിസ്റ്റൻസ് നൽകാൻ കഴിയില്ല. റെസിസ്റ്റൻസ് നൽകാൻ കഴിയില്ല എന്നുള്ളത് ഫോഴ്സ് വൈസ് അല്ല പറയുന്നത്. ഇപ്പോൾ അമേരിക്ക ഒരു വലിയ പ്രഷർ നൽകുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായ സഹായമൊന്നും ഞങ്ങൾ ചെയ്യില്ല, IMF വഴി വരുന്ന ഈ സഹായങ്ങൾ, ഫണ്ട്, ഇതൊന്നും നൽകില്ല. ആക്ച്വലി ഇതൊന്നും വരുന്നില്ല. പക്ഷേ ഇതിന് പുറകിൽ ഒരു വലിയ പ്രഷർ കൊടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊരു ഭീഷണി നൽകിയാൽ ലീസിന് നൽകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പദ്ധതി അവിടെ കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ. പക്ഷേ ഇതിന് പിറകിൽ ചൈനയുടെ ഒരു വലിയ ഗെയിം പ്ലാൻ തന്നെ ഉണ്ടാകും. 20 വർഷത്തിന് ആവശ്യമായ ഒരു മ്യൂച്വൽ കോർപ്പറേഷൻ ആൻഡ് ഡിഫൻസ് എഗ്രിമെന്റ്
താലിബാൻസുമായി ചൈന ചെയ്തിട്ടുണ്ട്. 2024 ആദ്യമായി താലിബാൻ ഗവൺമെന്റിന്റെ അംബാസഡറിനെ കൊണ്ടുവന്നത് ചൈനയാണ്. 2.4 ബില്യൺ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻസിന് സഹായം ചെയ്തു. മാത്രമല്ല അവിടെയുള്ള ലിഥിയം മൈനിങ് സെന്റേഴ്സ് ഇതെല്ലാം ചൈന പാട്ടത്തിന് എടുത്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം ഇപ്പോഴത്തേക്ക് പേരിന് വളരെ സാധാരണമായി തോന്നാം. എന്നാൽ ഭാവിയിൽ അവർ മറ്റൊരു ലെവലിലേക്ക് വളർന്നു വരും. കാരണം ഭാവി മുഴുവനും ഇലക്ട്രോണിക് വീജൻ നോക്കി പോകുമ്പോൾ അവിടെ ബാറ്ററിക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ലിഥിയം റിസർവ് അഫ്ഗാനിസ്ഥാനിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം ഇതിനകം ചൈന എഗ്രിമെന്റ് എഴുതി വാങ്ങിയിട്ടുണ്ട്. ഇത്ര വർഷത്തേക്ക് ഞാൻ എടുക്കുകയാണ്, ഇത്രയേറെ മൈൻ ചെയ്യാൻ പോവുകയാണ് എന്ന്. അപ്പോൾ ഇതിനുവേണ്ടി ഒരുപാട് ബില്യൺസും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലേക്ക് അഫ്ഗാനിസ്ഥാനെയും കൊണ്ടുവന്നു. ഇത്രത്തോളം ഡെവലപ്മെന്റ്സ് അവർ അകത്ത് ചെയ്തിട്ടുള്ളപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഗെയിമായി തന്നെ മാറും. ഒരു ഭാഗത്ത് അമേരിക്ക, മറുവശത്ത് ചൈന. ഇതിൽ ചൈനയ്ക്കുള്ള മറ്റൊരു ഉദ്ദേശം, അവിടെ ചൈനയ്ക്ക് വളരെ പ്രശ്നമായി മാറിയിട്ടുള്ളൊരു വംശീയ ഗ്രൂപ്പ് ഉണ്ട്, ഒലിഹോർ വംശീയ ജനങ്ങൾ. ചൈനയ്ക്ക് ഒരുപാട് പ്രശ്നം അവർ സൃഷ്ടിക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ടോപ്പിക്കാണ്. ആ ഒരു പ്രശ്നം അവിടെ ഉള്ളപ്പോൾ അവർക്ക് അഫ്ഗാനിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വംശീയ ഗ്രൂപ്പുകൾ വഴി നമുക്കൊരു പ്രശ്നം വരാൻ പാടില്ല. ഈ ജനങ്ങളെ നമ്മൾ ഡോമിനേറ്റ് ചെയ്യണം. അവർ വരുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് താലിബാൻസിന്റെ സഹായം വേണമെന്നുള്ളത് ചൈനയ്ക്ക് നന്നായി അറിയാം. അപ്പോൾ രണ്ട് ശക്തികൾ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ വെച്ച് അവരുടെ കോൾഡ് വാർ ആരംഭിക്കാൻ പോവുകയാണ്. എന്നാൽ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ആവശ്യമേ ഇല്ല. അഫ്ഗാനിസ്ഥാനെ തൊട്ടവരാരും ഇതുവരെ വിജയിച്ചതായി ചരിത്രമേ ഇല്ല. സാമ്രാജ്യങ്ങളുടെ ശവപ്പറമ്പായ അഫ്ഗാനിസ്ഥാനിൽ ആരെല്ലാമാണോ കൈവച്ചിട്ടുള്ളത് അവരെല്ലാം പരാജയപ്പെട്ടതായി മാത്രമേ ചരിത്രത്തിലുമുള്ളൂ. കാണാം ഈ ഒരു യുദ്ധത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പക്ക ബിസിനസ്മാൻ പോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇദ്ദേഹം ചിന്തിക്കുകയാണെങ്കിൽ ഏത് രാജ്യത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്നൊരു അധികാരമുണ്ട്. ആക്ച്വലി അത് അദ്ദേഹത്തിന്റെ പോസ്റ്റിംഗ് പവർ വെച്ചല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, ആറ്റിറ്റ്യൂഡ്, അതൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇതിനു മുൻപ് അമേരിക്കയുടെ പ്രസിഡന്റായി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഇദ്ദേഹത്തിന്റെ ഈ ഒരു രീതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഭീഷണി വാക്കുകൾ, ഇതുപോലെ മറ്റാരും ഇതുവരെയും പ്രവർത്തിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.